പലതരത്തിലുള്ള മോഡേൺ തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നുന്നുണ്ടാവും നമ്മളൊന്നും ഈ തട്ടിപ്പിൽ പെടില്ല എന്ന്. എന്നാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അത്യാവശ്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ അറിവുണ്ടെന്നും ഒരിക്കലും ഇങ്ങനെ ഒരു തട്ടിപ്പിലൊന്നും വീഴില്ല എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് തന്നെ 2 വട്ടം ഇതുപോലെ തട്ടിപ്പിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ കൃത്യമായ വിവരങ്ങളോടുകൂടി ഒരാൾ നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് അതിനെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്റെ കേസിൽ എനിക്കൊരു 7500 രൂപയുടെ നഷ്ടമുണ്ടായത് അങ്ങനെയാണ്. ഞാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തുണ്ടായ നൂലാമാലകളിൽ നിന്നാണ് അതെനിക്ക് ബോധ്യം വന്നത്. ആ കഥ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്ത് 1-2 മാസങ്ങൾക്ക് ശേഷം എന്റെ പേരിൽ എന്റെ ഓഫീസിലേക്ക് ഒരു VPP വന്നു. VPP എന്ന് പറഞ്ഞാൽ വാല്യൂ പേയബിൾ ബൈ പോസ്റ്റ്. പുതിയ തലമുറയ്ക്കൊന്നും അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാകാൻ സാധ്യതയില്ല. ഇന്നത്തെ ഇ-കൊമേഴ്സിന്റെ ഒക്കെ ഒരു പഴയ രൂപമാണത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എവിടെന്നെങ്കിലും ഓർഡർ ചെയ്താൽ അത് അവർ നമ്മുടെ പേരിൽ അയക്കും ഇന്ത്യ പോസ്റ്റ് വഴി. പോസ്റ്റ്മാൻ അത് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ അതിന്റെ പണം കൊടുത്താൽ മതി. ഇന്നത്തെ ഏതാണ്ട് ക്യാഷ് ഓൺ ഡെലിവറി പോലെയൊക്കെ. അങ്ങനെ എന്റെ പേരിൽ ഓഫീസിലേക്ക് ഒരു VPP വന്നു. കഷ്ടകാലത്തിന് ഞാൻ അന്നേരം ഓഫീസിൽ ഉണ്ടായില്ല. ഓഫീസിലെ റിസപ്ഷനിസ്റ്റ് എന്നെ ഫോൺ വിളിച്ച് ഇങ്ങനെ ഒരു VPP വന്ന കാര്യം പറഞ്ഞു. ഞാൻ പ്രോഡക്ട്സ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ VPP എവിടുന്ന് വന്നതാണ് എന്ന് നോക്കാൻ അവരോട് പറഞ്ഞു. അവർ കവർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സോ രജിസ്ട്രാർ ഓഫ് കമ്പനീസോ അങ്ങനെ എന്തോമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. 7500 രൂപയായിരുന്നു VPP എമൗണ്ട്. ഒരു മാസം മുമ്പ് കമ്പനി രജിസ്റ്റർ ചെയ്തതുകൊണ്ടും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും രജിസ്ട്രാർ ഓഫ് കമ്പനി എന്നൊക്കെ കേട്ടതുകൊണ്ടും ഞാൻ ഓർത്തു കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവരെനിക്ക് അയച്ചു തന്നതായിരിക്കുമെന്ന്. കമ്പനി സെക്രട്ടറിയെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ പണം കൊടുത്ത് അത് വാങ്ങിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞു. പിന്നീട് ഞാൻ ഓഫീസിൽ ചെന്ന് ഈ പാക്കറ്റ് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ ഒരു കോപ്പിയാണത്. വളരെ മോശം പേപ്പറിൽ പ്രിന്റ് അടിച്ച് ദ്രവിച്ച് പൊടിയാറായി പോയ 1-2 പുസ്തകങ്ങൾ. ഈ വിഷയത്തിൽ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കമ്പനി രജിസ്റ്റർ ചെയ്ത എന്റെ അഡ്രസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് ആരോ ചോർത്തി ഈ തട്ടിപ്പ് കമ്പനിക്ക് കൊടുത്തു. അവർ എന്റെ പേരിൽ ഒരു VPP അയച്ചു. ഇങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന പലർക്കും ഇവർ ഈ VPP അയക്കുന്നുണ്ടാകണം. അതിൽ കുറച്ചുപേരെങ്കിലും അബദ്ധത്തിൽ ഇത് പൈസ കൊടുത്ത് കൈപ്പറ്റുന്നുമുണ്ടാകണം. അതായത് ഈ രജിസ്റ്റർ ഓഫ് കമ്പനീസിലും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലും ഒക്കെ ഉള്ള ആരൊക്കെയോ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെന്ന് സാരം. അന്നേരം ഞാനിത് ഇന്റർനെറ്റിലൊക്കെ ഒന്ന് പരതി ഈ തട്ടിപ്പിന് ഇരയായ മറ്റുള്ള ആളുകൾ ഉണ്ടോ എന്നോന്ന്. ധാരാളം ആളുകൾക്ക് ഇതേപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിൽ പലരും ഇന്ത്യ പോസ്റ്റിലും ഒക്കെ പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ നിന്ന് ഒരു ഭംഗിയുള്ള വസ്തു ഓർഡർ ചെയ്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അന്ന് നഷ്ടപ്പെട്ടത് 1500 രൂപയാണ്. ഞാൻ ഓർഡർ ചെയ്തത് വേറെ, കിട്ടിയ പ്രോഡക്റ്റ് വേറെ. തിരിച്ചു കോൺടാക്ട് ചെയ്യാൻ യാതൊരുവിധ വിവരങ്ങളും ഇല്ലാത്ത ഒരു അത് പൂർണ്ണമായും എന്റെ തെറ്റ് തന്നെയാണ്. ഇത് 2 ചെറിയ ഉദാഹരണങ്ങളാണെങ്കിൽ ഇതുപോലെ കോടിക്കണക്കിന് രൂപ ഡെയിലി ആളുകളെ പല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. ഈ പറ്റിക്കുന്നതിലെ എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാം പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഈ പറ്റിപ്പുകാരുടെ കയ്യിൽ എങ്ങനെയൊക്കെയോ എത്തുന്നുണ്ട്. പിന്നീട് നമ്മുടെ നാട്ടിലെ ഈ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പുകൾ പൂർണ്ണമായും നടക്കുന്നത്. ഈ തട്ടിപ്പുകാരനെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. KYC ഒക്കെ എല്ലാ വർഷവും നമ്മുടെ കൊങ്ങയ്ക്ക് പിടിച്ച് ചെയ്യുന്നതാണല്ലോ. ആധാർ, പാന്, മൊബൈല് ഇട്ടിരിക്കുന്ന വള്ളി നിക്കറിന്റെ വള്ളി വരെ ബന്ധിപ്പിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ഈ തട്ടിപ്പുകാരെ പിടിക്കാം. പക്ഷെ എത്ര പരാതി കൊടുത്താലും ഇതിനകത്ത് ഒരു നടപടിയും ഉണ്ടാകാറില്ല. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഭരണ സംവിധാനവും പോലീസും ഒക്കെ ഈ തട്ടിപ്പുകാരുടെ കൂടെ കൂടി നിന്ന് ഈ തട്ടിപ്പിനിരയായവനെ വീണ്ടും ചൂഷണം ചെയ്യുകയാണ്. ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആകുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇതുപോലെ ഈ വിക്ടിമിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കാൻ വന്ന കർണാടക പോലീസുകാരെ അബദ്ധത്തിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകണ്ട എന്ന് പറഞ്ഞ് അവരെ വിട്ടയച്ചു എന്നാണ് കേട്ടത്. തട്ടിപ്പുകാർ എക്കാലവും ഉണ്ടാവും. എന്നാൽ ആ തട്ടിപ്പുകാരെ പിടിക്കാനുള്ള സംവിധാനം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും ഈ തട്ടിപ്പുകാരെ പിടിക്കാനുള്ള സംവിധാനം ഈ തട്ടിപ്പുകാരുടെ കൂടെ ചേർന്ന് തട്ടിപ്പിനിരയായവരെ ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കൂടെ.